ഇപ്പൊ നമ്മുടെ ചാനലിലെ ആദ്യത്തെ അടിപൊളി വീഡിയോ വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മളെ ചാനൽ തുടങ്ങിയത് അടിപൊളി ഗുഡ് ന്യൂസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. വേറെ ആർക്കും അല്ല, പയ്യന്മാർക്ക് വേണ്ടി കേട്ടോ. കാരണം നമ്മള് പൂണ്ടിയിലെ കേസ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, നമ്മുടെ മാജിക് മഷ്റൂമിന്റെ. അറിയാത്തവർ ഈ ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം. മാജിക് മഷ്റൂം ലഹരി വസ്തു അല്ലെന്ന് ഹൈക്കോടതി. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഫംഗസ് മാത്രമാണ്. NDPS ആക്ട് പ്രകാരമുള്ള കേസ് നിലനിൽക്കില്ല എന്നതാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവോടുകൂടി വരുന്നത്. അതാണ് ഇപ്പൊ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, മാജിക് മഷ്റൂം ഡ്രഗ് അല്ല, അത് ഫംഗസ് ആണെന്നാണ് കേട്ടോ കോടതി പറഞ്ഞത്. കാരണം വേറൊന്നുമല്ല, ഒരു 3 മാസം മുന്നേ കർണാടകയിലെ ഒരു പുള്ളിനെ ഒരു 90 ദിവസം ജയിലിലിട്ട് കഴിഞ്ഞ് പുള്ളി ഇപ്പൊ പുറത്തിറങ്ങി. അപ്പൊ കോടതി അത് കോടതി അത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി ഉപയോഗിച്ചത് രാസവസ്തു അല്ല, ലഹരി വസ്തു അല്ല, പുള്ളി ഉപയോഗിച്ചത് ലഹരി വസ്തു അല്ല എന്നാണ് കോടതിക്ക് തെളിഞ്ഞത്. കാരണം ഈ മാജിക് മഷ്റൂമിന്റെ ഒരു വലിയൊരു ശേഖരം എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട് പൂണ്ടിയിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. അപ്പോ ഇനിയിപ്പോ ഫംഗസ് ആണെന്ന് പറഞ്ഞ എല്ലാവർക്കും പൂണ്ടിക്ക് പോകാനായിട്ട് നിൽക്കണ്ട. കാരണം ഇത് ഓരോ സീസൺ ടൈമിലാണ് ഉണ്ടാവുന്നത്. അതുമല്ല, ഈ ഫംഗസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രെയിനിന്റെ ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട് കേട്ടോ. അത് അപ്പൊ ഇനിയിപ്പോ മാജിക് മഷ്റൂമിനെ നിരോധിത ലഹരിയായിട്ട് ഉൾപ്പെടുത്തത്തില്ല എന്നാണ് കോടതിയുടെ തീരുമാനം എന്ന് പറയുന്നത്. അതായത് NDPS ആക്ട് പ്രകാരമാണ് കോടതി ആ തീരുമാനം എടുത്തിരിക്കുന്നത്. 1985 NDPS ആക്ട് വന്നത്. NDPS ആക്ട് എന്ന് പറയുന്നത് നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രിക് സബ്സ്റ്റൻസ് ആക്ട് എന്നാണ് പറയുന്നത്. ഇച്ചിരി ടഫാ. അപ്പൊ അത് 1985 നിലവിൽ വന്നത്, ആക്ട് വന്നു. അപ്പൊ അത് പ്രകാരം, അതായത് ഈ ഡ്രഗ് ബേസിന്റെ ആക്ടില് അത് പ്രകാരം മാജിക് മഷ്റൂം ഡ്രഗ് അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി പൂണ്ടിയിലേക്ക് പോകാനിരിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് പറ, ഓടിച്ചെല്ല് ഫംഗസ് അടിക്കുന്ന പറ. പൂണ്ടിയിലേക്ക് പോകാനിരിക്കുന്നവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. പ്രോത്സാഹിപ്പിക്കുന്നതല്ല, ഈ സാധനം ഒന്ന് യൂസ് ചെയ്യല്. ബ്രെയിനിൽ എന്തോ ഇഷ്യൂ ഉണ്ടാവും, പിന്നെ കണ്ണിന്റെ ഉള്ളിൽ റെഡ് റൗണ്ടിങ് വരും. അത് ഭയങ്കര ഇഷ്യൂ ആണ് ഭാവിയിൽ. ബ്രെയിനിന്റെ കാര്യം എനിക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ല. അപ്പൊ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, ഫസ്റ്റ് ചാനലാണ്. അപ്പൊ ഇതുപോലുള്ള വേറെ വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണം. ഞാൻ ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.